അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഒരിക്കൽ കൂടി ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എന്താണ് ഫർഹാനയ്ക്ക് പറയാനുള്ളത്? ഹലോ, ഓക്കെ, നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. Why did Mr. Gupta take some money with him? Take some money with him when he went to see Mrs. Clifford. When he went to see Mrs. Clifford. എഴുതിയോ? ഹലോ സാറാ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, എഴുതി കഴിയാത്തവരുണ്ടെങ്കിൽ എഴുതാം. Why did Mr. Gupta take some money with him when he went to see Mrs. Clifford? അവിടെ വരെ എഴുതിയാ? ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് മിസ്സിസ് ക്ലിഫോർഡ് കുറച്ച് പൈസ മിസ്സിസ് ക്ലിഫോർഡ് അല്ല, മിസ്റ്റർ ഗുപ്ത കുറച്ച് പൈസ തൻ്റെ കയ്യിൽ ശേഖരിച്ചത്? എന്തിനു വേണ്ടി? ആരെ കാണാൻ പോയപ്പോൾ? മിസ്സിസ് ക്ലിഫോർഡിനെ കാണാൻ പോയപ്പോൾ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിയാം, മിസ്സിസ് ക്ലിഫോർഡിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമായിരുന്നു. ഈ കാരണത്താലാണ് മിസ്റ്റർ ഗുപ്ത കുറച്ച് പൈസ തൻ്റെ കയ്യിൽ ശേഖരിച്ച് വെച്ചത് അവരെ കാണാൻ പോയപ്പോൾ എന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഓക്കെ, മിസ്റ്റർ ഗുപ്ത ഉത്തരം എഴുതിക്കോളൂ കേട്ടോ. മിസ്റ്റർ ഗുപ്ത took some money with him when he went to see Mrs. Clifford. because he knew that Maggie had not gone for work. For a week. And had not received അവിടെ വരെ എഴുതിയോ? ഹലോ, ഓക്കെ, ആൺകുട്ടികൾ എന്താ ഉത്തരം പറയാത്ത? അവിടെ വരെ എഴുതിയോ? ഹലോ, ഓക്കെ, എല്ലാവരും ഇല്ലേ അവിടെ? ഓക്കെ, had not received any pay. പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേതനം എന്നാണ് അർത്ഥം കേട്ടോ. പേ എന്ന് വെച്ചാൽ വേതനം എന്നാണ് അർത്ഥം. അതിന് മുകളിൽ എഴുതി വെച്ചോളൂ, had not received any pay. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് it was possible that they were in a
financial trouble. In a financial trouble. They were in a financial trouble. സാമ്പത്തികമായ ബുദ്ധിമുട്ട് എന്നാണ് ഫൈനാൻഷ്യൽ ട്രബിൾ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫൈനാൻഷ്യൽ ട്രബിൾ വരെ എഴുതിയോ? ഹലോ, എഴുതി കഴിഞ്ഞോ? ഓക്കെ, അതിനെ തുടർന്ന് എഴുതിക്കോളൂ. ഇൻ ദ ലെറ്റർ Maggie wrote to him she had mentioned that her mother was very ill. അവിടെ വരെ എഴുതിയോ? That her mother was very ill. അവിടെ വരെ എഴുതിയോ? ഹലോ എഴുതിയോ? അവിടെ ഓക്കെ. വെരി ഇൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രോഗത്തിലിരിക്കുന്ന അവസ്ഥ എന്നാണ് അർത്ഥം. വെരി ഇൽ. ആൻഡ് ഷീ വാസ് നോട്ട് able to go to work. For a week. She was not able to go to work for a week. അവിടെ വരെ എഴുതിയോ? ഓക്കെ. നോട്ട് ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് എടുക്കാം. അപ്പോൾ വീക്ക് എന്നുള്ള വാക്കിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ സാർ തരാം കേട്ടോ. WEEK എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ, WEEK എന്ന് വെച്ചാൽ ഒരാഴ്ച എന്നാണ് അർത്ഥം. അതാണ് ഇപ്പോൾ നമ്മളിവിടെ എഴുതിയത്. വീക്ക്, ഒരാഴ്ചയായിട്ട് മാഗി ജോലിക്ക് പോയിട്ടില്ല എന്നാണ് എഴുതിയത്. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ? WEEK എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഹലോ, ഓക്കെ. WEAK എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തി ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ക്ഷയിച്ച ഒരവസ്ഥ. WEAK എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായോ? ഹലോ, ഡിഫറൻസ് മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം സാറ്. ശ്രദ്ധിച്ചു കേട്ടോ. വീക്ക് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥമാണ് സാറ് പറഞ്ഞിരുന്നത്. WEEK എന്ന് വെച്ചാൽ ഒരാഴ്ച. രണ്ട് ഇയോട് കൂടിയുള്ള വീക്കാണെങ്കിൽ ഒരാഴ്ച. ആ സമയം WEAK എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷയിച്ച അഥവാ ക്ഷീണിച്ച അവസ്ഥയാണ്. മനസ്സിലായോ? വ്യത്യാസം മനസ്സിലായോ? ഒരേ പ്രൊണൗൺസിയേഷനാണ്, ഒരേപോലത്തെ പ്രൊണൗൺസിയേഷനാണ്. സ്പെല്ലിങ്ങിൽ ചെറിയ വ്യത്യാസത്തിനനുസരിച്ച് അർത്ഥം വ്യത്യാസം വരും. പിന്നെ അത് ഉച്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടാണ് കേൾക്കുന്ന ആൾ അർത്ഥവ്യത്യാസം മനസ്സിലാക്കുന്നത്. പ്രിയ വിദ്യാർത്ഥികൾക്ക് ആ ചെറിയ ഡിഫറൻസ് മനസ്സിലായോ? ഹലോ, ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരുന്നത് ഒരാഴ്ചയായിട്ട് മാഗി ജോലിക്ക് പോയിരുന്നില്ല, അമ്മയ്ക്ക് സുഖമില്ലാത്തതിനാൽ. അപ്പോൾ ഇവിടുത്തെ വീക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം വരുന്നത് ഒരാഴ്ച എന്നാണ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായോ? ഹലോ, ആൺകുട്ടികൾ മനസ്സിലായോ? ഹലോ, ഒരു റെസ്പോൺസ് കിട്ടുന്നില്ല. ഋതിക്കൊക്കെ ഋതുലില്ലേ? ഋതുൽ, ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ടോ? ഹലോ, ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. അമലിന് ഋതിക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് എഴുതാം. ഷീ ഹാഡ് നോട്ട് asked for any financial help but the hostess
ഹോസ്റ്റസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കടയിലെ ഒരാളാണ് കേട്ടോ, ഹോസ്റ്റസ്. ടു ഹും ദ നെറേറ്റർ spoke about the letter, thought that Maggie and her mother might need financial assistance. Maggie and her mother might need financial assistance. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? ഹലോ, എഴുതിയോ? അവിടെ വരെ. ഓക്കെ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗി അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ ഒരു ലെറ്റർ എഴുതിയിരുന്നു. ആർക്ക്? നമ്മുടെ മിസ്റ്റർ ഗുപ്തയ്ക്ക് എഴുതിയിരുന്നു. ആ ലെറ്ററിൽ അമ്മയ്ക്ക് വയ്യാന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ അവൾ ഒരിക്കലും പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ മാഗിയെക്കുറിച്ച് അന്വേഷിച്ച് മാഗിയുടെ കടയിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ഹോസ്റ്റസ്, അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജോലിക്കാരി ഇങ്ങനെ പറഞ്ഞു, അവരുടെ അമ്മയ്ക്ക് വയ്യ, ഒരാഴ്ചയായിട്ട് അവിടേക്ക് വന്നിട്ടില്ല, മാഗി ജോലിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്വിയസ്ലി അവരങ്ങനെ കരുതി കാണും മാഗിക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം, ഒരാഴ്ചയായിട്ട് ജോലിക്ക് വന്നിട്ടില്ലല്ലോ, ഒരാഴ്ചയുടെ അവസാനം ശനിയാഴ്ചയാണല്ലോ അവർക്ക് ഒരാഴ്ചയുടെ ശമ്പളം അല്ലെങ്കിൽ വേതനം ലഭിച്ചിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട നെറേറ്റർ ആയിരിക്കുന്ന മിസ്റ്റർ ഗുപ്ത മിസ്സസ് ക്ലിഫോർഡിനെ കാണുവാൻ പോയപ്പോൾ കുറച്ച് പൈസ കയ്യിൽ കരുതിയത്. മനസ്സിലായോ? ഹലോ, മനസ്സിലായോ? ഓക്കെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഹലോ, ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. What request did Maggie make to Mr. Gupta? What request did Maggie make to Mr. Gupta? മാഗി എന്ത് റിക്വസ്റ്റാണ് മിസ്റ്റർ ഗുപ്തയോട് പറഞ്ഞത് എന്നാണ് ചോദ്യം. മാഗി എന്ത് റിക്വസ്റ്റാണ് ഗുപ്തയോട് നൽകിയതെന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. നമുക്കറിയാം, ഗുപ്തയോട് മാഗി പറഞ്ഞു, ഫ്രാൻസിസ് ഇന്ത്യയിൽ നിന്നും കൊടുത്തുവിട്ട ആ റിങ്ങിൽ ഗെയ്സ് ചെയ്ത് അല്ലെങ്കിൽ നോക്കിക്കൊണ്ട് ഫ്രാൻസിസിന് സുഖമാണെന്ന് മിസ്സിസ് ക്ലിഫോർഡിനോട് പറയുവാനാണ് മാഗി നമ്മുടെ മിസ്റ്റർ ഗുപ്തയോട് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. എന്തോ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാലോ. വാട്ട് റിക്വസ്റ്റ് എന്താ അപേക്ഷ? വാട്ട് റിക്വസ്റ്റ് ഡിഡ് മാഗി മേക്ക് ടു മിസ്റ്റർ ഗുപ്ത? വാട്ട് റിക്വസ്റ്റ് ഡിഡ് മാഗി മേക്ക് ടു മിസ്റ്റർ ഗുപ്ത? എഴുതി കഴിഞ്ഞോ? ഓക്കെ, നമുക്ക് അടുത്ത അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. Maggie wanted Mr. Gupta to gaze into the crystal and tell her mother that Frank was
ഫ്രാങ്ക് എന്ന് പറയുന്നത് ആരാ? ഫ്രാൻസിസ്. ഓർമ്മയില്ലേ? ഫ്രാൻസിസിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഫ്രാങ്ക് എന്നുള്ളത്. ഫ്രാങ്ക് വാസ് അലൈവ്. അലൈവ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാലോ, ജീവനോടെ ഉണ്ട് എന്നാണ്. ഫ്രാങ്ക് വാസ് അലൈവ്. എഴുതിയോ? ഓക്കെ, ഫ്രാങ്ക് വാസ് അലൈവ്. അവിടെ വരെ എഴുതിയല്ലോ അല്ലേ? ഹലോ, അവിടെ വരെ എഴുതിയോ? ഓക്കെ, ഫ്രാങ്ക് വാസ് അലൈവ് ആൻഡ് വെൽ ഈവൺ. if he did not see anything in the crystal full stop ഇടുക. in the crystal അതിന് ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പോൾ വാക്കുകളുടെ അർത്ഥം എന്താ? ക്രിസ്റ്റലിൽ നോക്കിയിട്ടൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും കാണാൻ സാധിക്കുന്നുള്ള രീതിയിൽ മിസ്സസ് ക്ലിഫോർഡിനോട് സംസാരിക്കുവാനാണ് മാഗി റിക്വസ്റ്റ് ചെയ്തത്. ഞാൻ ആ വരി ഒരിക്കൽ കൂടി ആവർത്തിക്കാം, എഴുതി തീരാത്തവർ ഒന്ന് ശ്രദ്ധിക്കുക. മാഗി വാണ്ടഡ് മിസ്റ്റർ ഗുപ്ത ടു ഗേസ് ഇൻ ടു ദ ക്രിസ്റ്റൽ ആൻഡ് ടെൽ ഹെർ മദർ ദാറ്റ് ഫ്രാങ്ക് വാസ് അലൈവ് and well even if he did not see anything in the crystal. അവിടം വരെ എഴുതിയോ? ഹലോ, ഓക്കെ. അടുത്ത വരി നമുക്ക് എഴുതാം. വെരി ഗുഡ്. അടുത്ത വരി നമുക്ക് എഴുതാം. her mother was seriously sick എന്ന് വെച്ചാൽ ആരോഗ്യമില്ലാത്ത അവസ്ഥ, രോഗത്തിൻ്റെ അവസ്ഥ. seriously sick and her sickness is aggravated. അഗ്രവേറ്റഡ് സ്പെല്ലിംഗ് സാറ് പറഞ്ഞുതരാം കേട്ടോ, ശ്രദ്ധിച്ചോട്ടാ. പുതിയ വാക്കാണ് കേട്ടോ, നമ്മൾ മുന്നേ പഠിച്ചിരുന്നു അഗ്രവേറ്റഡ് എന്നുള്ളത്. അഗ്രവേറ്റഡ് സ്പെല്ലിംഗ് സാറൊന്ന് പറഞ്ഞുതരാം. AGGRAVATED. അഗ്രവേറ്റഡിൻ്റെ അർത്ഥം ആർക്കെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ? അഗ്രവേറ്റഡിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ? നമ്മൾ ഈ പാഠത്തിലെ അർത്ഥങ്ങൾ എഴുതിയില്ലേ, അതിലുണ്ട്. അത് നോക്കിയിട്ട് ആർക്കെങ്കിലും പറഞ്ഞുതരാൻ പറ്റുമോ അഗ്രവേറ്റഡ്? എന്താ? അഗ്രവേറ്റഡ് ധൈര്യമല്ല, അർത്ഥം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പാഠത്തിൻ്റെ അർത്ഥം കൊടുക്കുന്നതിൽ ആദ്യത്തെ അർത്ഥം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അർത്ഥം പറയാൻ പറ്റുമോ? നോക്കിയിട്ട് പറഞ്ഞോ, തെറ്റിക്കോട്ടെ. കൂടി. അഗ്രവേറ്റഡ് കൂടി. ആരത് പറഞ്ഞത്? അഞ്ജനയാണോ? ഓക്കെ, വെരി ഗുഡ്. അഗ്രവേറ്റഡ് എന്ന് വെച്ചാൽ കൂടി എന്നാണ് അർത്ഥം. ഡിസീസ് അഗ്രവേറ്റഡ് എന്ന് വെച്ചാൽ ഡിസീസ് അസുഖം, അഗ്രവേറ്റഡ് കൂടി. അപ്പോൾ ഡിസീസ് അഗ്രവേറ്റഡ് എന്ന് വെച്ചാൽ അസുഖം കൂടി എന്നാണ്. അഞ്ജന പറഞ്ഞത് ശരിയാണ്, കോണ്ടെക്സ്റ്റിൽ അസുഖം കൂടി എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അഗ്രവേറ്റഡ് ബൈ ഹെർ വറീസ് about Frank from whom she has not heard for long. From whom she has not heard for long. Full stop ഇടുക. എഴുതിയോ? അവിടെ വരെ എഴുതിയോ? heard for long. അവിടെ വരെ എഴുതിയാ? ഓക്കെ, എന്നിട്ട് തുടർന്ന് എഴുതിക്കോളൂ. If Mr. Gupta tells her that
if Mr. Gupta tells her that Frank is alive and well, Frank is alive and well, it will help her to recover. റിക്കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭേദമാകുക, അസുഖത്തിന് ഭേദമാവാൻ സഹായിക്കുമെന്ന്. നല്ല വാർത്തയെ, അവന് കുഴപ്പമൊന്നുമില്ല, ഫ്രാൻസിസിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള ആ വാർത്ത കേട്ട അസുഖത്തിന് ഭേദമാവാൻ സഹായിക്കുന്നു. എഴുതിയോ? അവിടെ മേലെ എഴുതിയോ? ലാസ്റ്റ് ഭാഗം ഒന്നുകൂടി സാർ പറയാട്ടാ. ഇഫ് ലാസ്റ്റ് സെൻറ്റൻസ് ഒന്നുകൂടി പറയാം. ഇഫ് മിസ്റ്റർ ഗുപ്ത ടെൽസ് ഹെർ ദാറ്റ് ഫ്രാങ്ക് ഈസ് അലൈവ് ആൻഡ് വെൽ, ഇറ്റ് വിൽ ഹെൽപ്പ് ഹെർ ടു റിക്കവർ. അവിടെ വരെ എഴുതിയല്ലോ അല്ലേ? ഓക്കെ, അവിടെ വരെ എഴുതിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ കാരണത്താലാണ് നമ്മുടെ മാഗി മിസ്റ്റർ ഗുപ്തയോട് റിക്വസ്റ്റ് ചെയ്തത്. എന്താണ് റിക്വസ്റ്റ് ചെയ്തത്? ഈ ക്രിസ്റ്റലിൽ നോക്കി തൻ്റെ സഹോദരനായ ഫ്രാങ്കിന് ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ടിരിക്കണമെന്ന് മിസ്സസ് ക്ലിഫോർഡിനോട് പറയുവാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ മിസ്സസ് ക്ലിഫോർഡ് മിസ്സസ് ക്ലിഫോർഡിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്നും ആരോഗ്യാവസ്ഥ നന്നാവുമെന്നും കരുതി. രോഗാവസ്ഥയിലാണല്ലോ ഇപ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ അദ്ദേഹം ചെയ്തു. മിസ്സസ് ക്ലിഫോർഡിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്തു. കാരണം മിസ്സസ് ക്ലിഫോർഡ് ഏറ്റവും അധികം ആദ്യം അനുഭവിച്ചിരുന്നത് നമ്മുടെ ഫ്രാങ്ക് ഇന്ത്യയിൽ ആണല്ലോ എന്ന് കരുതിയാണ്. ഇന്ത്യ അവരുടെ മനസ്സിൽ പുലികളുടെയും പനികളുടെയും അതുപോലെ തന്നെ പാമ്പുകളുടെയും നാടായിട്ടാണ് അവർ ചിന്തിച്ചിരുന്നത്. അവരുടെ ഒരു ധാരണ അങ്ങനെയായിരുന്നു, തെറ്റായ ധാരണയായിരുന്നു അത്. ഇന്ത്യയിൽ പാമ്പുകളും പുലികളും പനികളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഭയങ്കര ഭയാനകമായ അവസ്ഥയിലൊന്നുമില്ല. കാട്ടിൽ മാത്രമേ ഇത്തരം വന്യജീവികളുള്ളൂ. അതുപോലെ തന്നെ ഈ പനികളുള്ളത് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ ആവലാതികൾ ചിന്തിച്ചിട്ടാണ് മിസ്സസ് ക്ലിഫോർഡിൻ്റെ ആരോഗ്യം മോശപ്പെട്ടത്. അപ്പോൾ ആ മാനസികമായിട്ടുള്ള ആ ഒരു അധൈര്യം അല്ലെങ്കിൽ ഒരു വേദന മാറാൻ വേണ്ടി മാഗി മിസ്സസ് ക്ലിഫോർഡിനോട് മിസ്റ്റർ ഗുപ്ത ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. എങ്ങനെ സംസാരിക്കാൻ? ആ ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കി ഫ്രാൻസിസിന് യാതൊരു അപകടവും ഇല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ മിസ്സസ് ക്ലിഫോർഡിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ആ റിങ്ങിൽ നോക്കിയാൽ ഒന്നും തന്നെ കാണാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നും മിസ്സസ് ക്ലിഫോർഡ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രാൻസിസിന് നല്ല സന്തോഷമുള്ള സമയമാണെന്ന് പറയാനുള്ള കാരണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. റെഡിയല്ലേ? ഓക്കെ, ആൺകുട്ടികൾ ഹലോ. ഓക്കെ, നമ്മുടെ ഋതിക്കൊക്കെ എവിടെ? ഋതിക്കിൻ്റെ സൗണ്ട് കേൾക്കാമല്ലോ. ഹലോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. വൈ വാസ് the crystal ring so special? Why was the crystal ring so special to why was the crystal ring so special to മിസ്സസ് ക്ലിഫോർഡ്? മിസ്സസ് ക്ലിഫോർഡിനെ ക്രിസ്റ്റൽ റിങ് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ആയിരുന്നത് എന്നാണ് ചോദ്യം. വൈ വാസ് ദ ക്രിസ്റ്റൽ റിങ് സോ സ്പെഷ്യൽ ടു മിസ്സസ് ക്ലിഫോർഡ്? എഴുതിയെടുത്താ? ഒരിക്കലൂടെ ആവർത്തിക്കാം, എഴുതി തീരാത്തവർക്ക് എഴുതാം. വൈ വാസ് ദ ക്രിസ്റ്റൽ റിങ് സോ സ്പെഷ്യൽ ടു മിസ്സസ് ക്ലിഫോർഡ്? എന്തുകൊണ്ടാണ് ക്രിസ്റ്റൽ റിങ് വളരെ സ്പെഷ്യലായിരുന്നത് മിസ്സസ് ക്ലിഫോർഡിനെ എന്നാണ് ചോദ്യം. ഉത്തരം എഴുതിയെടുത്തോളൂ. ദ ക്രിസ്റ്റൽ റിങ് വാസ് സോ സ്പെഷ്യൽ. The crystal ring was so special. The crystal ring was so special
To Mrs. Clifford. To Mrs. Clifford. Because it was sent by her son. It was sent by her son Frank. Her son Frank from India. Her son Frank from India. എഴുതിയോ? അടുത്ത സെന്റൻസ് നമുക്ക് എഴുതാം. Frank had written. റിട്ടൺ സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം, എഴുതിക്കോ. WRITTEN written. That Frank had written WRITTEN. റിട്ടൺ എന്ന് വെച്ചാൽ എഴുതിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. Frank had written that the crystal ring was a magical one. Crystal ring was a magical one. എഴുതിയാ? ഓക്കെ, വാസ് എ മാജിക്കൽ വൺ. ഫുൾ സ്റ്റോപ്പ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ എഴുതൂ. If somebody looked into the crystal ring thinking of a person who was even far away. Commentator, he could see the person. He could see the person and what he was doing. Stop എടുക്കുക. എഴുതിയോ? ഓക്കെ, ആ സെന്റൻസ് ആരോ ഒരിക്കൽ കൂടി പറയാം, ഒന്ന് ശ്രദ്ധിച്ചോ. If somebody looked into the crystal thinking of a person who was even far away, he could see the person and what he was doing. Stop എടുക്കുക. അപ്പോൾ അതവർ വെറും തെറ്റായ ധാരണയായിരുന്നു, പക്ഷെ അതിലവർ അങ്ങനെ ചിന്തിച്ചിരുന്നു എന്നാണ് അർത്ഥം. അടുത്ത വരി എഴുതിക്കോ. മിസ്സസ് ക്ലിഫോർഡ് believed സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. BELIEVED. ബിലീവ്ഡ് എഴുതിയോ? എഴുതി. ഓക്കെ. Believed her son's words. ഫുൾ സ്റ്റോപ്പ് ഇടുക. Believed her son's words. ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പോൾ ഈ ക്രിസ്റ്റൽ റിങ് എന്തുകൊണ്ടാണ് മിസ്സസ് ക്ലിഫോർഡിന് ഇത്ര വിലപ്പെട്ടതായിരുന്നത് എന്നാണ് ചോദ്യം. അത് നമ്മുടെ ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് അയച്ചു കൊടുത്തിട്ടുള്ളതായതുകൊണ്ടാണ് മിസ്സസ് ക്ലിഫോർഡിനെ ആ ക്രിസ്റ്റൽ റിങ് ഇത്രയും വിലപ്പെട്ടതായിരുന്നത്. അതിന് ഒരു മാജിക്കൽ പവർ ഉണ്ടെന്നാണ് ഫ്രാങ്ക് പറഞ്ഞിട്ടുള്ളത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ എഴുതാം.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എഴുതിയെടുക്കാം. വാട്ട് മെയ്ഡ് Mrs. Clifford recover? എന്താണ് മിസ്സസ് ക്ലിഫോർഡിൻ്റെ അസുഖം മാറാൻ ഇടയാക്കിയ സംഭവം എന്നാണ് ചോദ്യം. വാട്ട് മെയ്ഡ് മിസ്സസ് ക്ലിഫോർഡ് റിക്കവർ എന്നാണ് ചോദ്യം. എഴുതിയോ? എന്താണ് ക്ലിഫോർഡിൻ്റെ അസുഖം ഭേദാക്കാൻ ഉണ്ടായ സംഭവം? ആർക്കെങ്കിലും പറയാമോ? ഒന്ന് ശ്രമിച്ചു നോക്കൂ, തെറ്റിക്കോട്ടെ, സാരില്ല. ആർക്കെങ്കിലും പറയാമോ? സാറ് തൊട്ട് മുൻപ് പറഞ്ഞതാട്ടോ അതൊക്കെ. ഒന്ന് ശ്രമിച്ചോ? ആരെങ്കിലുമൊക്കെ ഒന്ന് പറയൂ. ഋതിക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോ? ഋതിക് ലെഫ്റ്റ് ആവരുതിട്ടാ ഞാൻ പേര് വിളിക്കുമ്പോൾ, ദയവായിട്ട് ലെഫ്റ്റ് ആവരുത്. അമൽ, ഓക്കെ. അഞ്ജന, എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്? അതെയോ, കുഴപ്പമില്ല, അതുമല്ല എങ്ങനെയാലും എഴുതിയെടുക്കാം. അഞ്ജന പറയാമോ? ഹലോ അഞ്ജന അവിടെ ഇല്ലേ? അവിടെ ശ്രദ്ധിക്കണില്ലേ? ക്ലാസ് ശ്രദ്ധിക്കണില്ലേ? അതായത് ചോദ്യം ഇതാണ്, വാട്ട് മെയ്ഡ് മിസ്സസ് ക്ലിഫോർഡ് റിക്കവർ എന്നാണ് ചോദ്യം. ഉത്തരം പറയാമോ? ഹലോ. റിക്കവർ എന്ന് വെച്ചാൽ ഭേദമായി, മിസ്സസ് ക്ലിഫോർഡിൻ്റെ അസുഖം ഭേദമായി, ഒരു പ്രത്യേക വാർത്ത കേട്ടപ്പോൾ. അതെന്താണ് എന്നാണ് ചോദ്യം. ആർക്കെങ്കിലും ഉത്തരം പറയാമോ? അഞ്ജനയ്ക്ക് പറയാമോ? സാറ് തൊട്ട് മുൻപ് പറഞ്ഞതാണല്ലോ. അപ്പോൾ എവിടെയായിരുന്നു നിങ്ങൾ? അതാരേ പറയണം? ഉത്തരം പറയണത് ആരാ? നഹല പറഞ്ഞ ഉത്തരം വളരെ കറക്റ്റാണ്. ആ ക്രിസ്റ്റൽ റിങ്ങിൽ നോക്കി നമ്മുടെ ഫ്രാങ്കിന് കുഴപ്പമില്ല എന്ന് നമ്മുടെ മിസ്റ്റർ ഗുപ്ത പറഞ്ഞതോടുകൂടി അമ്മയായിരുന്ന മിസ്സസ് ക്ലിഫോർഡിന്, ഫ്രാൻസിസിൻ്റെ അമ്മയായിരിക്കുന്ന മിസ്സസ് ക്ലിഫോർഡിന് വിഷമങ്ങളൊക്കെ മാറി, അവരുടെ ആരോഗ്യം തിരിച്ചു കിട്ടുകയും ചെയ്തു. നഹല പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഓക്കെ, കൺഗ്രാജുലേഷൻസ്. അപ്പോൾ വളരെ അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നുണ്ട്. നഹല ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്, അഞ്ജനയും ഋതിക്കൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അമൽ കംപ്ലീറ്റ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. നോട്ട് കംപ്ലീറ്റ് ആയ അമൽ? ഹലോ, കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ഇങ്ങനെ നെറ്റ് കട്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നോട്ട് കംപ്ലീറ്റ് ആവാതെ വരും. കുഴപ്പമില്ല, അത് സാവകാശം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ നഹല പറഞ്ഞ ഉത്തരം ശരിയാണ്. മിസ്സസ് ക്ലിഫോർഡ് ഭേദമായത് തൻ്റെ മകന് അസുഖങ്ങളും പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് മിസ്റ്റർ ഗുപ്ത വെറുതെ പറഞ്ഞപ്പോൾ ക്രിസ്റ്റലിൽ നോക്കി അതിലൊന്നും കണ്ടൊന്നുമില്ല. പക്ഷെ മാഗിയുടെ റിക്വസ്റ്റ് പ്രകാരം ഭേദമായി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മിസ്സസ് ക്ലിഫോർഡ് ഭേദമായി, അസുഖം ഭേദമായി കേട്ടോ. അപ്പോൾ നമ്മുടെ മകനൊരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞപ്പോഴാണ് അമ്മ ആയ മിസ്സസ് ക്ലിഫോർഡിന് അസുഖം മാറിയത്. അത് നമുക്ക് ഉത്തരമായിട്ട് എഴുതി വെക്കാം. എല്ലാവരും എഴുതിക്കോളൂ. മിസ്സസ് ക്ലിഫോർഡ്സ് ഇൽനെസ് aggravated. Mrs. Clifford's illness aggravated സ്പെല്ലിംഗ് അറിയാലോ? പറഞ്ഞുതരാം. AGGRAVATED. അഗ്രവേറ്റഡിൻ്റെ അർത്ഥം ആരാ നേരത്തെ പറഞ്ഞ ആളാരാ? അഞ്ജനയല്ലേ? ഓക്കെ. അഗ്രവേറ്റഡ് എന്ന് വെച്ചാൽ കൂടി എന്നാണ് അർത്ഥം. ഡിസീസ് അഗ്രവേറ്റഡ് എന്ന് വെച്ചാൽ അസുഖം കൂടി. ഓക്കെ. അപ്പോൾ ഇൽനെസ് എന്ന് വെച്ചാൽ എന്താ? ഇൽനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗം. അപ്പോൾ ഇൽനെസ് വാസ് അഗ്രവേറ്റഡ് because of her worries about her son Frank.
about her son Frank. About her son. എന്തോ അല്ല, ക്വസ്റ്റ്യൻ കഴിഞ്ഞു, അതാണ് ചോദിച്ചത്. വാട്ട് മെയ്ഡ് മിസ്സസ് ക്ലിഫോർഡ് റിക്കവർ, അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പിന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തരാണ്. അതിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് ആണ് സാർ പറഞ്ഞത്. ഉത്തരത്തിൻ്റെ ആദ്യ സെൻറ്റൻസ് ഒന്നുകൂടി പറഞ്ഞുതരാം. മിസ്സസ് ക്ലിഫോർഡ്സ് ഇൽനെസ് വാസ് അഗ്രവേറ്റഡ് ബിക്കോസ് ഓഫ് ഹെർ വറീസ് അബൌട്ട് ഹെർ സൺ ഫ്രാങ്ക്. അവിടെ വരെ എഴുതിയോ? ഓക്കെ. സൺ ഫ്രാങ്ക് from whom she had not heard, HEARD, heard എന്ന് വെച്ചാൽ കേൾക്കുക, HEARD, heard. From whom she had not heard for long. From whom she had not heard for long. കുറേ നാളായിട്ട് അദ്ദേഹത്തിന് യാതൊരു വിവരവും ഇല്ല എന്നാണ് ആ വാക്കുകളുടെ അർത്ഥം. അവിടെ നമ്മൾ എഴുതിയ ഹലോ ഓക്കെ. എന്നിട്ട് അടുത്ത വരി എഴുതിക്കോളൂ. ഷീ ഡിഡ് നോട്ട് നോ if he was alive. If he was alive and well. If he was alive and well. If he was alive and well. Full stop ഇടുക. If he was alive and well. Full stop ഇടുക. Full stop ഇടുക. ജീവനോടുണ്ടോ ആരോഗ്യത്തിലാണോ എന്ന് പോലും ആർക്കറിയണ്ടായിരുന്നില്ല? അമ്മയായ മിസ്സസ് ക്ലിഫോർഡിന് അറിയണ്ടായിരുന്നില്ല. അതാണ് വരിയുടെ അർത്ഥം. എഴുതിയോ? ഹലോ, അവിടെ വരെ എഴുതിയാ? ഓക്കെ. അടുത്ത വരി നമുക്ക് എഴുതാം. Maggie requested Mr. Gupta. Maggie requested Mr. Gupta to look into the crystal ring. To look into the crystal ring and tell her mother that Frank was alive. That Frank was alive and well. Frank was alive and well, even if he saw not എന്തോ alive and well കഴിഞ്ഞിട്ട് even alive and well കഴിഞ്ഞാൽ even if he saw nothing in the crystal. Even if he saw nothing in the crystal ring. അവിടെ വരെ എഴുതിയാ? nothing in the crystal ring എഴുതിയാ? even if he saw nothing in the crystal ring എന്ന് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുക. അത് കഴിഞ്ഞ് അടുത്ത് വരെ എഴുതാം. ഗുപ്ത did accordingly സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം. ACCORDINGLY
DINGLY അക്കോർഡിംഗ്ലി, പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അക്കോർഡിംഗ്ലി and this made Mrs. Clifford recover 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 from her illness. അവിടെ വരെ എഴുതിയോ? റിക്കവർ ഫ്രം ഹെർ ഇൽനെസ്. ഇൽനെസ് എന്ന് വെച്ചാൽ രോഗാവസ്ഥ, റിക്കവർ എന്ന് വെച്ചാൽ ഭേദമാകുക, അക്കോർഡിംഗ്ലി എന്ന് വെച്ചാൽ അതുപോലെ തന്നെ, പറഞ്ഞതുപോലെ തന്നെ. മനസ്സിലായല്ലോ? അവിടെ വരെ എഴുതി കഴിഞ്ഞാ? ഓക്കെ, എല്ലാവരും എഴുതിയാ? ഓക്കെ, നമുക്ക് ഞാൻ വിചാരിച്ചത് ഇന്നത്തോടുകൂടി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ പാഠം തുടങ്ങാമെന്ന് വിചാരിച്ചേ. പക്ഷേ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ട്, വാല്യൂബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കൂടിയും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് പുതിയ പാഠം തുടങ്ങാം. എല്ലാ പ്രിയ വിദ്യാർത്ഥികളും കേട്ടല്ലോ? ഓക്കെ, അപ്പോൾ ഇന്ന് മുടങ്ങിയൊരു പേര് സാർ ഒന്നും കൂടി വിളിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് സാർ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇന്നൊക്കെ ഇത് മതിയില്ലേ? ഹലോ, ഓക്കെ. ഇന്നിപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും? ഇന്ന് ആകെ എത്ര ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും? 5 അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ ഇന്ന് ആബ്സെൻ്റ് ആയിട്ടുള്ള പേര് ഒന്നുകൂടി വിളിക്കാം കേട്ടോ. ക്യാപ്പിൽ ആബ്സെൻ്റ് ആയിട്ടുള്ളത് അമീന, ദിൽഷാദ്, എറിൻ, മെഗ്നിൽ വന്നിട്ടുണ്ടോ? മെഗ്നിൽ. ഓക്കെ, ഫർഹാന ആ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, മെഗ്നിൽ വന്നിട്ടില്ല കേട്ടോ. പിന്നെ മുഹമ്മദ് സിനാൻ വന്നിട്ടുണ്ടോ? ഇല്ല. നന്ദന വന്നിട്ടില്ല. ഋതുൽ വന്നിട്ടില്ലേ? ഓക്കെ, ഋതുൽ ആബ്സെന്റ്. സഞ്ജയ് പി എസ് ആബ്സെന്റ് ആണ് കേട്ടോ. സുഹാന വന്നിട്ടില്ലേ? ഓക്കെ. ഇനി OFE ആബ്സെന്റീസ് പേര് വിളിക്കാം. അഭിഷേക് വന്നിട്ടില്ല കേട്ടാ. ആദിൽ, അഫ്സൽ, അജിത്, അൽകേഷ്, മുഹമ്മദ് അനസ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ഓക്കെ, വന്നതും അറ്റൻഡൻസ് പറയാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, മുഹമ്മദ് അനസ് മാർക്ക് ചെയ്തു, അറ്റൻഡൻസ് മാർക്ക് ചെയ്തു. നഫീം വന്നിട്ടുണ്ടോ? നഫീം ആബ്സെന്റ്. നിയാസ് ആബ്സെന്റ്. സായൂജ് ആബ്സെന്റ്. ഷഹീൻ ഷാ ആബ്സെന്റ്. ഓക്കെ, അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെ, ശരിക്കും നമുക്ക് 65-70 പിള്ളേരുടെ അടുത്ത് നമ്മുടെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. അതിലിപ്പോൾ ഒരു 10 പേര് താഴെ ആബ്സെൻ്റ് ഉണ്ട്. അങ്ങനെ ആബ്സെൻ്റ് ആവരുത്, കാരണം അറ്റൻഡൻസിന് അതിൻ്റേതായ വാല്യൂ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നൊക്കെ ഇത് മതി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സും കൂടിയും കഴിഞ്ഞാൽ നമ്മുടെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിലെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കംപ്ലീറ്റ് ആവും. ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലും വളരെ വാല്യുബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻസ് പബ്ലിക് എക്സാമിനൊക്കെ വരുമ്പോൾ അതിൽ എക്സ്പ്രസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിൽ പ്രസൻറ്റ് ചെയ്യേണ്ട, റിഫ്ലക്റ്റ് ചെയ്യേണ്ട ഒരുപാട് പോയിന്റുകൾ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലുണ്ട്, വാല്യൂബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ആൻസേഴ്സിൻ്റെ കണ്ടൻറ്റ് സ്പെസിഫിക് ആൻഡ് ബെറ്റർ ആക്കാൻ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സഹായിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോഴേ. അതുകൊണ്ടാണ് സാർ ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സിന് വളരെ വാല്യൂ കൊടുക്കുന്നത്, അതിന് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കഴിയും. ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത ക്ലാസ് തൊട്ട് പുതിയ പാഠം നമുക്ക് എടുത്തു തുടങ്ങാം. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും എൻ്റെ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ക്ലോസ് ചെയ്യാം. താങ്ക് യു ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം.